ഈ തെരഞ്ഞെടുപ്പിൽ പറവൂരിലെ ജനവിധി കേരളം ശ്രദ്ധിക്കുന്നു, ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നു, എന്തിനേറെ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന, വളരെ ഫലപ്രദമായ നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി ആ സ്ഥാനത്തോട് 100% നീതി പുലർത്തിക്കൊണ്ട് പാർലമെന്ററി മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിയമസഭയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അംഗമെന്ന നിലയിൽ നിയമസഭ അധ്യക്ഷനായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തന നിലയിൽ നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു വാക്ക് പോലും ഇന്നേ വരെ പാളിപ്പോകാതെ കൃത്യമായ വാക്ക്, ക്രിയാത്മകമായ വിമർശനം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എത്രയോ സന്ദർഭങ്ങളിൽ ഉത്തരം മുട്ടി നിൽക്കുന്നു. കാരണം സതീശൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കൃത്യമായ കാര്യങ്ങളാണ്. അതിൻ്റെ മുമ്പിൽ മറുപടി പറയാൻ പലപ്പോഴും മുഖ്യമന്ത്രിക്ക് പോലും സാധിക്കാറില്ല. കേരളം കണ്ട പ്രഗത്ഭരായ പ്രതിപക്ഷ നേതാക്കളുടെ ആ നിര, പി.ടി. ചാക്കോ മുതലുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ഒരു നിരയുണ്ട്. ആ നിരയിലെ തിളക്കമുള്ള, സമാനതകളില്ലാത്ത പ്രതിപക്ഷ നേതാവായി നമ്മുടെ അഭിമാനത്തോടുകൂടി, നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളത്തെ കേരളത്തിന് നേതൃത്വം കൊടുക്കേണ്ട നേതാവാണ് ശ്രീ സതീശൻ. അവസരവാദത്തിൻ്റെയും വർഗീയവാദത്തിൻ്റെയും മുന്നിൽ മുട്ടുമടക്കാതെ തൻ്റെ നിലപാടുകളിൽ ഉറച്ച് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജനങ്ങളാണ് തൻ്റെ യജമാനന്മാർ, മറ്റാരും തൻ്റെ യജമാനന്മാരല്ല. ആ ജനങ്ങളുടെ മുന്നിൽ, ആ ജനശക്തിയുടെ മുന്നിൽ മാത്രം വിനയപുരസരം തലകുനിക്കുന്ന സതീശൻ, മറ്റൊരു ശക്തികളുടെയും സ്ഥാപിത താല്പര്യങ്ങളുടെയും മുന്നിൽ ശിരസ് കുനിക്കാത്ത സതീശൻ, കറകളഞ്ഞ വ്യക്തിത്വം, സത്യസന്ധമായ വ്യക്തിത്വം, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടിയ പ്രവർത്തനം. ഇതാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശന് വേണ്ടി ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയാവാൻ. കാരണം ഇതേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാവുകയാണെങ്കിൽ കേരളത്തിന് ഒരു ഉയർച്ചയുണ്ടാവും. അപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും വി.ഡി. സതീശൻ പറയുമ്പോൾ പല ഉയർച്ചയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യാൻ പോകുന്ന, ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഇവിടുത്തെ ചെറുപ്പക്കാരൊന്നും നാട് വിട്ട് പോകരുത്, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ വകുപ്പുകളിലും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അത് ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് നോക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കോൺഗ്രസിനെ ഇത്ര ഉയർത്തിക്കൊണ്ടുവരാൻ ഒറ്റയാൾ പട്ടാളം പോലെ മുന്നിൽ നിന്ന് എല്ലാ റിസ്ക്കുകളും എടുത്ത്, ഞാൻ ഈ UDF തോറ്റു കഴിഞ്ഞാൽ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ ഒരു ധൈര്യം മറ്റുള്ള ആളുകൾക്കില്ല. ഈ 5 വർഷം ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് എല്ലാ റിസ്ക്കുകളും ഞാനാണ് അതിൻ്റെ റിസ്ക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്യാൻ ഇദ്ദേഹത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പണിയെടുത്ത് ആക്കുകയാണല്ലോ ആ സ്ഥാനം കൊടുക്കാൻ. ഈ സംസ്ഥാനത്തിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്
ഇദ്ദേഹത്തിന് കഴിയുമെന്ന് ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അത് കോൺഗ്രസ് തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ, കാരണം ഇവിടെ സാധാരണ ജനങ്ങളാണ് ഈ പാർട്ടീനെ നിലനിർത്തുന്നത്. അല്ലെങ്കിൽ ഈ പാർട്ടി മാറി മാറി ഇവിടെ വരില്ലല്ലോ. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണല്ലോ ഇവിടെ ഭരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ സാധാരണ കുറേ ആൾക്കാരുണ്ട്, അവർ ആണ് ഈ പാർട്ടീനെ മാറ്റിമറിക്കുന്നത്. അത് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനം കണ്ടിട്ടാണ് ഇവർ ഈ പാർട്ടിയെ മാറ്റിമറിച്ചും ഒക്കെ ഇവിടെ നിലനിർത്തുന്നതും ഇവിടെ ഭരിക്കാനുള്ള അവകാശം കൊടുക്കുന്നതും. അപ്പോൾ അങ്ങനെ കുറേ ജനങ്ങളാണ് ഇന്ന് കോൺഗ്രസ്സിന്, ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDFൻ്റെ ഭരണം വളരെ മോശകരമായപ്പോൾ അത് ഇനി കോൺഗ്രസ്സിനെ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോൾ അതിനകത്തൊരു നേതാവുണ്ട്. അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ജനങ്ങൾ പൊറുക്കില്ല ഒരിക്കലും, ജനങ്ങൾ സഹിക്കില്ല ഒരിക്കലും. അപ്പോൾ ആ പാർട്ടിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ ജനവികാരം എന്താണെന്ന്. ഇത്രയും ദിവസം ഇപ്പോൾ വോട്ട് ചെയ്തതിന് ശേഷം ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ജനങ്ങളുടെ പൾസ് എന്താണെന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ കോൺഗ്രസ് മനസ്സിലാക്കിയിട്ട് അതുപോലെ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ അത് വൻ തോൽവിയായിട്ട് മാറും. ജനങ്ങൾ പഴിക്കും. പിന്നെ ഒരു സുഖകരമായ രീതിയിലുള്ള ഭരണം നയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം നമ്മളെല്ലാവരും.